നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. മെഴുകുതിരിയിൽ നിന്ന് തീപിടിച്ച് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. മാള പള്ളിപ്പുറം കാച്ചപ്പിള്ളി പരേതനായ മത്തായിയുടെ ഭാര്യ സിസിലിയാണ് മരിച്ചത്. അഴീക്കോട് അനധികൃത മത്സ്യബന്ധനം നടത്തി ചെറുമത്സ്യങ്ങളെ പിടിച്ച ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് പിടിച്ചെടുത്ത് പിഴ ചുമത്തി. എറണാകുളം മുനമ്പം പോണത്ത് രാജേഷിന്റെ ഉടമസ്ഥതയിലുള്ള സഞ്ജു എന്ന മത്സ്യബന്ധന ബോട്ടാണ് പിടിച്ചെടുത്തത്. ബൈക്കിൽ സഞ്ചരിച്ച സന്ധ്യാസമയങ്ങളിൽ സ്ത്രീകളെ കടന്നുപിടിച്ച് ഉപദ്രവിക്കുന്നയാൾ പിടിയിൽ. മറ്റത്തൂർക്കുന്ന് പത്തമടക്കാരൻ ഷനാസാണ് കൊടകര പോലീസിന്റെ പിടിയിലായത്. വാർത്തകൾ വിശദമായി. മെഴുകുതിരിയിൽ നിന്ന് തീപിടിച്ച് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. മാള പള്ളിപ്പുറം കാച്ചപ്പിള്ളി പരേതനായ മത്തായിയുടെ ഭാര്യ സിസിലിയാണ് മരിച്ചത്. ചൊവ്വാഴ്ച മാള പള്ളിപ്പുറം പള്ളിയിൽ വെച്ച് മെഴുകുതിരിയിൽ നിന്ന് സാരിയിൽ തീപിടിക്കുകയായിരുന്നു. സാരമായി പൊള്ളലേറ്റ സിസിലി തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച പുലർച്ചെ മരിക്കുകയായിരുന്നു. അഴീക്കോട് അനധികൃത മത്സ്യബന്ധനം നടത്തി ചെറുമത്സ്യങ്ങളെ പിടിച്ച ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് പിടിച്ചെടുത്ത് പിഴ ചുമത്തി. എറണാകുളം മുനമ്പം പോണത്ത് രാജേഷിന്റെ ഉടമസ്ഥതയിലുള്ള സഞ്ജു എന്ന മത്സ്യബന്ധന ബോട്ടാണ് ചെറുമത്സ്യങ്ങൾ പിടിച്ചതിന്റെ പേരിൽ ഉദ്യോഗസ്ഥ സംഘം പിടിച്ചെടുത്തത്. നിയമപരമായ അളവിലല്ലാതെ കാണപ്പെട്ട 7500 കിലോ കിളിമീൻ ഇനത്തിൽപ്പെട്ട മത്സ്യമാണ് ബോട്ടിലുണ്ടായിരുന്നത്. ജില്ലയിലെ തീരക്കടലിലും അഴിമുഖങ്ങളിലും വിവിധ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ MF പോളിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രത്യേക പരിശോധനയുടെ ഭാഗമായാണ് ബോട്ട് പിടിച്ചെടുത്തത്. ഭക്ഷ്യയോഗ്യമായ 58 ഇനം കടൽ മത്സ്യങ്ങളെ നിയമവിധേയമായ വലിപ്പത്തിനു താഴെ പിടികൂടിയാൽ കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം കുറ്റകരമാണ്. മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനും പോഷകമൂല്യമുള്ള മത്സ്യങ്ങളുടെ വംശവർധനയും അതുവഴി മത്സ്യത്തൊഴിലാളികളുടെ വരുമാനമാർഗവും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ചെറുമത്സ്യങ്ങളെ പിടിക്കുന്നതിൽ സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയത്. നിരോധിത വലകൾ ഉപയോഗിച്ചാണ് ചെറുമത്സ്യങ്ങളെ പിടിക്കുക. ഇപ്രകാരം ചെയ്യുന്നത് പരമ്പരാഗത മത്സ്യബന്ധന വള്ളങ്ങൾക്ക് ഭീഷണിയുമാണ്. മംഗലാപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കമ്പനികളിലേക്കാണ് വ്യാപകമായി ചെറുമത്സ്യങ്ങൾ കയറ്റിപ്പോകുന്നത്. മത്സ്യസമ്പത്ത് കുറയുന്നതിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നതിനിടയിലാണ് ബോട്ട് പിടികൂടിയത്. തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ തുടർ നടപടികൾ പൂർത്തീകരിച്ച് 2,50,000 രൂപ പിഴ സർക്കാരിലേക്ക് ഈടാക്കി. ഉപയോഗയോഗ്യമായ 44,000 രൂപയുടെ മത്സ്യം ലേലം ചെയ്ത് തുക ട്രഷറിയിൽ അടപ്പിച്ചു. പിടിച്ചെടുത്ത ചെറുമത്സ്യങ്ങളെ പിന്നീട് പുറംകടലിൽ ഒഴുക്കിക്കളഞ്ഞു. AFEO സംന ഗോപൻ, മെക്കാനിക് ജയചന്ദ്രൻ, മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് വിഭാഗം ഓഫീസർമാരായ പ്രശാന്ത് കുമാർ VN, ഷിനിൽ കുമാർ ER, സി റെസ്ക്യൂ ഗാർഡുമാരായ ഫസൽ, ഷിഹാബ്, സ്രാങ്ക് ദേവസി മുനമ്പം, എഞ്ചിൻ ഡ്രൈവർ ഫിലിക്സ് എന്നിവരാണ് പ്രത്യേക പെട്രോളിംഗ് ടീമിൽ ഉണ്ടായിരുന്നത്. ഇത്തരം അശാസ്ത്രീയമായ മത്സ്യബന്ധന രീതി അവലംബിക്കുന്നവർക്കെതിരെ കർശന നടപടി തുടർന്നും സ്വീകരിക്കുമെന്നും വരും ദിവസങ്ങളിൽ എല്ലാ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘത്തിന്റെ കർശന പരിശോധന ഉണ്ടായിരിക്കുമെന്ന് തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ് പോത്തന്നൂരാൻ അറിയിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ബൈക്കിൽ സഞ്ചരിച്ച് സന്ധ്യാസമയങ്ങളിൽ സ്ത്രീകളെ കടന്നുപിടിച്ച് ഉപദ്രവിക്കുന്നയാൾ പിടിയിൽ. മറ്റത്തൂർക്കുന്ന് പത്തമടക്കാരൻ ഷനാസാണ് കൊടകര പോലീസിന്റെ പിടിയിലായത്. കൊടകര മറ്റത്തൂർക്കുന്ന് ആറ്റപ്പിള്ളി മൂലംകുടം പരിസരത്ത് ദിവസവും സന്ധ്യാസമയത്ത് ബൈക്കിൽ സഞ്ചരിച്ച് ജോലി കഴിഞ്ഞും മറ്റും വീട്ടിലേക്ക് നടന്നും സ്കൂട്ടറിലും മടങ്ങുന്ന സ്ത്രീകളുടെ പുറകിലൂടെ എത്തി കടന്നു പിടിക്കുന്നത് പതിവാക്കിയ യുവാവിനെയാണ് കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തത്. മറ്റത്തൂർക്കുന്ന് സ്വദേശിനിയുടെ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തി ഒരാഴ്ചയ്ക്കുള്ളിൽ ഷനാസിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ബൈക്കിൽ സഞ്ചരിച്ചും ഒറ്റയ്ക്ക് നടന്നു പോകുന്നതും സ്കൂട്ടറിൽ പോകുന്നതുമായ സ്ത്രീകളെ നിരീക്ഷിച്ച് വെളിച്ചം കുറവുള്ളതും ആൾപെരുമാറ്റമില്ലാത്തതുമായ ഭാഗങ്ങളിൽ എത്തുന്ന സമയം പുറകിലൂടെ ചെന്ന് പെട്ടെന്ന് ദേഹത്ത് കടന്നു പിടിക്കുകയാണ് പ്രതിയുടെ രീതി. DYSP PK സുമേഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ CI PK ദാസ്, SI അരിസ്റ്റോട്ടിൽ VP, SI സുരേഷ്, ASI സജു പൗലോസ്, ASI ആഷ്ലിൻ ജോൺ, ASI ലിജോൺ, CPO ശ്രീജിത്ത് എന്നിവർ ഉണ്ടായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ അന്നമനട ഗ്രാമപഞ്ചായത്ത് കന്നുകുട്ടികൾക്കുള്ള കാലിത്തീറ്റ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK സതീശൻ, വാർഡ് മെമ്പർ ഷിജു ചക്കാലക്കൽ,
കുമ്പിടി സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ മഞ്ജു, മാമ്പ്ര വെറ്റിനറി സർജൻ അലോഷ് പീറ്റർ, പദ്ധതി കോർഡിനേറ്റർ ഡോക്ടർ മഞ്ജുഷ, സംഘം പ്രസിഡന്റ് ജനാർദ്ദനൻ, സെക്രട്ടറി MR സോമൻ എന്നിവർ പ്രസംഗിച്ചു. 1500 സബ്സിഡി എന്ന് പറയുന്നത് 50%. ബാക്കി 50% സ്വാഭാവികമായിട്ടും ആരായിരിക്കും? നമ്മൾ ഗുണഭോക്താക്കളാണ്. അപ്പം നിങ്ങൾ ഓരോരുത്തരും ഇവിടെ 12,500 രൂപ ഈ തീറ്റ എടുക്കാനായിട്ട് ഇവിടെ അടയ്ക്കണം. അത് ഇന്ന് ആരും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുമില്ല, നിങ്ങൾ കൊണ്ടുവരേണ്ടതുമില്ല. അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇവിടെ വാങ്ങുന്നത് ഓരോ മാസത്തെയും കാലിത്തീറ്റയുടെ വിലയായി ഇവിടെ നിങ്ങൾ അടച്ചു പോകുന്നതാണ്. അങ്ങനെ 12,500 പ്ലസ് 12,500 25,000 രൂപയ്ക്കുള്ള കാലിത്തീറ്റ ഈ പദ്ധതി കഴിയുന്ന മുറയ്ക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും പശുക്കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടാകും. ഈ സബ്സിഡി 12,500 മുഴുവനും കാലിത്തീറ്റ ആയിട്ടല്ല നിങ്ങൾക്ക് കിട്ടുന്നത്. അതിൽ 443 രൂപ ഇൻഷുറൻസ് പ്രീമിയം ആയിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും കുട്ടിക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇൻഷുറൻസ് കമ്പനിക്ക് അടയ്ക്കണം. 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും പെൻഷൻ വിതരണം ചെയ്തതിനു ശേഷം തയ്യൽ തൊഴിലാളികൾക്ക് പെൻഷൻ വിതരണം ചെയ്യുന്ന നിലപാട് അവസാനിപ്പിക്കണമെന്നും തൊഴിലാളികൾക്ക് ESI ഏർപ്പെടുത്തണമെന്നും ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ അന്നമനട ഏരിയ അഷ്ടംചിറ യൂണിറ്റ് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ജില്ലാ കമ്മിറ്റി അംഗം അനിത റോയ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് സെക്രട്ടറി മേരി ഇഗ്നേഷ്യസ്, സ്മിത ട്രിൻസൺ, അമ്മിണി കുമാരൻ, PD സേവ്യർ, സുഭദ്ര ശങ്കരനാരായണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വിദ്യാഭ്യാസ ജാഥയ്ക്ക് കൊടുങ്ങല്ലൂരിൽ സ്വീകരണം നൽകി. തോൽപ്പിച്ചാൽ നിലവാരം കൂടുമോ എന്ന മുദ്രാവാക്യവും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം വിദ്യാർത്ഥികളുടെ അവകാശം എന്ന ആശയവും ഉന്നയിച്ചുകൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തുന്ന സംസ്ഥാന വിദ്യാഭ്യാസ ജാഥയ്ക്ക് കൊടുങ്ങല്ലൂരിൽ സ്വീകരണം നൽകി. വായനശാലകൾ, അധ്യാപക വിദ്യാർത്ഥി സംഘടനകൾ, PTA, സർവീസ് സംഘടനകൾ, സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ സംഘടനകൾ ലഘുലേഖ കിറ്റ് വാങ്ങി ജാഥയെ സ്വീകരിച്ചു. മുതിർന്ന പരിഷത്ത് പ്രവർത്തകൻ KM ബേബി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജാഥ വൈസ് ക്യാപ്റ്റൻ ലിസി കടക്കൽ വിശദീകരണം നടത്തി. തുടർന്ന് കൊടുങ്ങല്ലൂർ മേഖലയിലെ 5 യൂണിറ്റുകളിലും ഒപ്പുശേഖരണം നടത്തി. തയ്യാറാക്കിയിട്ടുള്ള മുഖ്യമന്ത്രിക്കുള്ള ഭീമഹർജി യൂണിറ്റ് സെക്രട്ടറിമാർ ജാഥയുടെ വൈസ് ക്യാപ്റ്റന് കൈമാറി. പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് TK മീരാഭായ്, ജാഥ മാനേജർ KK കസീമ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ PS ജൂന, അഡ്വക്കേറ്റ് KP രവിപ്രകാശ്, ജില്ലാ വൈസ് പ്രസിഡന്റ് ജെയ്മോൻ സണ്ണി, KS ജയ, ഡോക്ടർ K രാമചന്ദ്രൻ, KC ഫ്രാൻസിസ്, ON അജിത് കുമാർ, AB മുഹമ്മദ് സഗീർ, KK ഉണ്ണികൃഷ്ണൻ, കൊടുങ്ങല്ലൂർ യൂണിറ്റ് സെക്രട്ടറിയും സംഘാടക സമിതി കൺവീനറുമായ സുധീർ ഗോപിനാഥ് എന്നിവർ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ നഗരസഭ 33-ാം വാർഡിലെ പൂട്ടിക്കിടക്കുന്ന പവർലൂം സർക്കാർ ഏറ്റെടുത്ത് പ്രവർത്തനക്ഷമമാക്കണമെന്ന് CPIM മേത്തല ലോക്കൽ സമ്മേളനം അധികാരികളോട് ആവശ്യപ്പെട്ടു. T ശശിധരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. KV രാജേഷ്, KR ജയത്രൻ, KK അബിദലി, TK രമേശ് ബാബു, KP രാജൻ, KS കൈസാബ്, VK ബാലചന്ദ്രൻ, അഡ്വക്കേറ്റ് CP രമേശൻ, EJ ഹീര, KK വിജയൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മെഴുകുതിരിയിൽ നിന്ന് തീപിടിച്ച് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. മാള പള്ളിപ്പുറം കാച്ചപ്പിള്ളി പരേതനായ മത്തായിയുടെ ഭാര്യ സിസിലിയാണ് മരിച്ചത്. അഴീക്കോട് അനധികൃത മത്സ്യബന്ധനം നടത്തി ചെറുമത്സ്യങ്ങളെ പിടിച്ച ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് പിടിച്ചെടുത്ത് പിഴ ചുമത്തി. എറണാകുളം മുനമ്പം പോണത്ത് രാജേഷിന്റെ ഉടമസ്ഥതയിലുള്ള സഞ്ജു എന്ന മത്സ്യബന്ധന ബോട്ടാണ് പിടിച്ചെടുത്തത്. ബൈക്കിൽ സഞ്ചരിച്ച സന്ധ്യാസമയങ്ങളിൽ സ്ത്രീകളെ കടന്നുപിടിച്ച് ഉപദ്രവിക്കുന്നയാൾ പിടിയിൽ. മറ്റത്തൂർക്കുന്ന് പത്തമടക്കാരൻ ഷനാസാണ് കൊടകര പോലീസിന്റെ പിടിയിലായത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.